ನಮಸ್ಕಾರ, ಕೆಸಿಎನ್ ವಾರ್ತೆಗಳಿಗೆ ಸ್ವಾಗತ. ಮೊದಲಿಗೆ ಮುಖ್ಯಾಂಶಗಳು. ಮಂಜೇಶ್ವರ ಕ್ಷೇತ್ರದ ಎಸ್ಐಆರ್ನಲ್ಲಿ ವ್ಯಾಪಕ ಅಕ್ರಮ ಆರೋಪದ ವಿರುದ್ಧ ಮುನ್ನೆಲೆಗೆ ಬಂದ ಶಾಸಕ ಎಕೆಎಂ ಅಶ್ರಫ್. ನಡೆಯಿತು ಕೆಎಸ್ಯು ನೇತೃತ್ವದಲ್ಲಿ ಪಿಎಸ್ಸಿ ಕಚೇರಿ ಮುಂದೆ ಪ್ರತಿಭಟನೆ. ಸರ್ಕಾರವು ರ್ಯಾಂಕ್ ಹೋಲ್ಡರ್ಗಳ ಮೇಲೆ ತೋರುತ್ತಿರುವ ಅವಗಣನೆಯನ್ನು ವಿರೋಧಿಸಿ. ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯ ಕನೀವ್ ಚಾರಿಟೇಬಲ್ ಸೊಸೈಟಿಗೆ ಮಾರುತಿ ಇಕೋ ಹೋಮ್ ಕೇರ್ ವಾಹನವನ್ನು ಹಸ್ತಾಂತರ. ಅಡ್ವೊಕೇಟ್ ಪಿವಿಕೆ ನಂಬೂದಿರಿ ಫೌಂಡೇಶನ್ ಆಶಯದಲ್ಲಿ. ಶಿರಿಯಾದಲ್ಲಿ ಮನೆ ಬೆಂಕಿ ಅವಘಡಕ್ಕೆ ಸಂಬಂಧಿಸಿದಂತೆ ಅಧಿಕಾರಿಗಳು ರಕ್ಷಣಾ ಕಾರ್ಯಾಚರಣೆಯಲ್ಲಿ ಮಾಡಿರುವ ಲೋಪಗಳ ಬಗ್ಗೆ ತನಿಖೆ ನಡೆಸಬೇಕು. ಶಿರಿಯಾ ಗ್ರಾಮಾಭಿವೃದ್ಧಿ ಸಮಿತಿ ಸುದ್ದಿಗೋಷ್ಠಿಯಲ್ಲಿ ಒತ್ತಾಯ. ನಡೆಯಿತು ನೇತೃತ್ವದಲ್ಲಿ ನಾಗರಿಕ ಹಕ್ಕುಗಳ ಮೆರವಣಿಗೆ. ಸೋಷಿಯಲ್ ಡೆಮೊಕ್ರಾಟಿಕ್ ಪಾರ್ಟಿ ಆಫ್ ಇಂಡಿಯಾ ತ್ರಿಕ್ಕರಿಪುರ ಮಂಡಲ ಸಮಿತಿಯ ನೇತೃತ್ವದಲ್ಲಿ. ವಾರ್ತೆಗಳು ವಿವರವಾಗಿ. ಮಂಜೇಶ್ವರ ಕ್ಷೇತ್ರದಲ್ಲಿ ಎಸ್ಐಆರ್ನಲ್ಲಿ ವ್ಯಾಪಕ ಅಕ್ರಮ ಆರೋಪಗಳ ವಿರುದ್ಧ ಶಾಸಕ ಎಕೆಎಂ ಅಶ್ರಫ್ ಮುನ್ನೆಲೆಗೆ ಬಂದಿದ್ದಾರೆ. 7 ಮಂದಿಯನ್ನು ತೆಗೆದುಹಾಕುವಂತೆ ಬಿಜೆಪಿ ನಾಯಕರೊಬ್ಬರು ದೂರು ದಾಖಲಿಸಿದ್ದಾರೆ. ದೂರು ಆಧಾರರಹಿತ ಎಂದು ಅಧಿಕಾರಿಗಳಿಗೆ ಮನವರಿಕೆಯಾದರೂ ಅವರನ್ನು ವಿಚಾರಣೆಗೆ ಕರೆಸಲಾಗಿದೆ. ಯುಡಿಎಫ್ ಮತದಾರರನ್ನು ಪಟ್ಟಿಯಿಂದ ತೆಗೆದುಹಾಕಲು ಬಿಜೆಪಿ ಹಾಗೂ ಅಧಿಕಾರಿಗಳು ಪಿತೂರಿ ನಡೆಸುತ್ತಿದ್ದಾರೆ ಎಂದು എകെഎം അഷ്റഫ് ആരോപിಸಿದ್ದರು. ഞങ്ങൾ ഇന്ന് മീഡിയകളെ കാണുന്നത് നിങ്ങൾക്കറിയാം, ഒരു ഇലക്ഷന്റെ മുൾമുനയിൽ നിൽക്കുമ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് എസ്ഐആറും വോട്ട് തള്ളലൊക്കെയാണ്. മഞ്ചേശ്വരം മണ്ഡലം ബിജെപിക്ക് കപ്പലും ചുണ്ടനുമിടയിൽ 2016-ലും 2021-ലും മിസ്സായ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. 16-ൽ 89 വോട്ടിലാണ് ബിജെപി തോറ്റത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1000-ന് താഴെ വോട്ടുകൾക്കാണ് ബിജെപി മണ്ഡലത്തിൽ പരാജയപ്പെട്ടത്. എസ്ഐആറിന്റെ പ്രക്രിയ ആരംഭിച്ച നാളെ തൊട്ട് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ എല്ലാവരെയും വോട്ട് ചേർക്കാൻ, ഒരാളുടെയും വോട്ട് നഷ്ടപ്പെടാത്ത രീതിയിൽ മികച്ച ക്യാമ്പയിൻ സംസ്ഥാന, ജില്ലാ, മണ്ഡലം, പഞ്ചായത്ത് തലത്തിൽ, ബൂത്ത് തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നേറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മഞ്ചേശ്വരം മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ 128 ആ ബൂത്തിലെ ഒരാഴ്ച മുമ്പ് തന്നെ ഞങ്ങൾക്കറിയാം, എസ്ഐആറിന്റെ കഴിഞ്ഞ മാസം 30-ാം തീയതി അവസാനിക്കുന്നതിന് മുമ്പ് ARO ഞാനൊരു പരാതിയുമായി അദ്ദേഹത്തിന് മുമ്പിൽ എത്തിയപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഒരു ബൂത്തിൽ, മഞ്ചേശ്വരം മണ്ഡലത്തിലെ 128-ാമത്തെ ബൂത്തിൽ ബിജെപിയുടെ ജില്ലാ സെക്രട്ടറി ലോകേഷ് നോണ്ട അദ്ദേഹം 90ഓളം വോട്ടുകൾ തള്ളാൻ ഒരു അപേക്ഷയുമായി വന്നിരുന്നു. ഒരു കാരണവശാലും ഞങ്ങൾക്ക് അങ്ങനെ ഫിസിക്കലായി വാങ്ങാൻ കഴിയില്ല, ഓൺലൈനായി അദ്ദേഹത്തോട് അത് രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. അതിനുശേഷം ആ ടൈം അവസാനിക്കുന്ന സമയത്ത് 7 പേരെ കൃത്യമായി ബിജെപിയുടെ ഔദ്യോഗിക പോസ്റ്റ് ലഭിക്കുന്ന മഞ്ചേശ്വരം മണ്ഡലക്കാരനായ ലോകേഷ് നോണ്ട എന്ന് പറയുന്ന ഒരാൾ 7 പേരെ വോട്ട് തള്ളാൻ വേണ്ടി ഫോം 7 വെച്ച് നൽകിയിരിക്കുകയാണ്. ഞാൻ മീഡിയകളുടെ മുമ്പിൽ നിൽക്കുന്നത് വളരെ വേദനയോടുകൂടി ആ 7 പേരും ഇന്ന് ഹിയറിംഗിന് വേണ്ടി മഞ്ചേശ്വരം താലൂക്ക് ഓഫീസിൽ EROയുടെ മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അത് ഞങ്ങളേറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം. മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്, ജനിച്ചത്, വളർന്നത്, ജീവിതകാലം മുഴുവനും അദ്ദേഹം വോട്ട് ചെയ്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ നോട്ട് ആൻ ഇന്ത്യൻ സിറ്റിസൺ, ഇന്ത്യൻ പൗരനല്ല എന്നാണ് ബിജെപിയുടെ ജില്ലാ സെക്രട്ടറി ആരോപിച്ചിട്ടുള്ളത്. മറ്റ് 6 പേര് പെർമനന്റ്ലി ഷിഫ്റ്റഡ് എന്നാണ്. ആസ്മ, സഫിയ, സുബൈദ, ഈ പറയുന്ന കുബ്ര, ഇവരൊക്കെ 60-70-ലെത്തിയ ജീവിതത്തിൽ ഒരു പക്ഷേ 5, 6, 7 പ്രാവശ്യം പഞ്ചായത്തിനും ബ്ലോക്കിനും ലോക്സഭക്കും നിയമസഭയ്ക്കും വോട്ട് ചെയ്ത ആളുകളെയാണ് ബിജെപി കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് വോട്ട് തള്ളണമെന്ന് ബിജെപിയുടെ ജില്ലാ സെക്രട്ടറി ലോകേഷ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രജിസ്ട്രേഷൻ ഓഫ് ഇലക്ട്രൽ റൂൾസ് ആക്ട് 1960 കൃത്യമായി പറയുന്നുണ്ട്, ഒരാളുടെ ഏതെങ്കിലും രീതിയിൽ ഒരു വോട്ട് തള്ളാൻ വേണ്ടി കൊടുത്താൽ ഉദ്യോഗസ്ഥന്മാർക്ക് അത് കടമ്പില്ല എന്ന് തോന്നിയാൽ അവർ റിജക്ട് ചെയ്യണം. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, BLOക്ക് ബോധ്യമുണ്ട് ഇത് കള്ളപ്പരാതി എന്ന്, AROക്ക് ബോധ്യമുണ്ട് ഇത് കള്ളപ്പരാതി എന്ന്, കടമ്പില്ലാത്ത ഈ ഒരു പരാതി വെച്ച് ഈ 60-70 വയസ്സിയ ആളുകളെ ഹിയറിംഗിന് വിളിച്ചത് തെറ്റല്ലേ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബിജെപിയുടെയും ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു അന്തർധാര ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം.
ഇവിടെ ഞാൻ 7 ആളുകൾ ഹിയറിങ്ങിന് വരുന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾ എന്തായാലും കേസ് ഫയൽ ചെയ്യും. 960 പിന്നെ ഏറ്റവും കൃത്യമായി പറയുന്നത് ആ ആക്ടിൽ ഒരാൾ വ്യാജ പരാതി കൊടുത്താൽ അയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണം. UDF-ന്റെ ബഹുമാനരായ നേതാക്കന്മാർ പ്രിയപ്പെട്ട അജിത് മരിക്കയും 5 എണ്ണനും ഇവിടെ ഇരിക്കുന്നുണ്ട്. അവര് ഔദ്യോഗികമായി പരാതി കൊടുക്കും, അദ്ദേഹത്തിനെതിരെ കേസിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ഒന്നാമത്തെ ആവശ്യം. അത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം, മഞ്ചേശ്വരത്ത് 18 വയസ്സ് പൂർത്തിയായ ആളുകളെ ഈ രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ കോടിക്കണക്കിന് രൂപ ചെലവിട്ട് പരസ്യം നൽകി എല്ലാവരുടെയും വോട്ട് ഉറപ്പുവരുത്താനുള്ള ക്യാമ്പയിൻ ക്യാമ്പസുകളിൽ ഗ്രാമങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മണ്ഡലത്തിലും ധാരാളം ആളുകൾ വോട്ടിന് അപേക്ഷിക്കാൻ വേണ്ടി ഞങ്ങളും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും വോട്ടിന് അപേക്ഷിച്ചു. BLO പരിശോധനയിൽ കറക്റ്റ് എന്ന് തെളിഞ്ഞു, താലൂക്ക് പരിശോധന കഴിഞ്ഞു, ജില്ലാ കളക്ടറേറ്റ് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഫൈനല്ല എന്ന കാരണം കൊണ്ട് നിരസിക്കുകയാണ്. എത്ര ആളുകളാണ് അതിന്റെ പേരിൽ ഹിയറിംഗിന് എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഡോക്യുമെന്റ്സ് കൃത്യമായി അപ്ലോഡ് ചെയ്തതിനു ശേഷം നിസ്സാര കാര്യം പറഞ്ഞ് അവരുടെ വോട്ടുകൾ കാസർഗോഡ് ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് തള്ളുകയാണ്. ಸರ್ಕಾರವು ರ್ಯಾಂಕ್ ಹೋಲ್ಡರ್ಗಳ ಮೇಲೆ ತೋರುತ್ತಿರುವ ಅವಗಣನೆಯನ್ನು ಪ್ರತಿಭಟಿಸಿ ಕೆಎಸ್ಯು ನೇತೃತ್ವದಲ್ಲಿ ಪಿಎಸ್ಸಿ ಕಚೇರಿ ಮುಂದೆ ಪ್ರತಿಭಟನೆ ನಡೆಸಲಾಯಿತು. ಪ್ರತಿಭಟಿಸಿದ ಕೆಎಸ್ಯು ಕಾರ್ಯಕರ್ತರನ್ನು ಪೊಲೀಸರು ಬಂಧಿಸಿ ಪ್ರತಿಭಟನೆಯನ್ನು ನಿಯಂತ್ರಿಸಿದರು. ಪಿಎಸ್ಸಿ ನೇಮಕಾತಿ ವಿರೋಧಿಸಿ ಕಾಸರಗೋಡು ಪಿಎಸ್ಸಿ ಕಚೇರಿಯಲ್ಲಿ ಕೆಎಸ್ಯು ನೇತೃತ್ವದಲ್ಲಿ ಪ್ರತಿಭಟನೆ ನಡೆಸಲಾಯಿತು. ಸರ್ಕಾರವು ರ್ಯಾಂಕ್ ಪಡೆದವರನ್ನು ಕಡೆಗಣಿಸಿರುವುದನ್ನು ವಿರೋಧಿಸಿ ಕೆಎಸ್ಯು ಕಾರ್ಯಕರ್ತರು ಪ್ರತಿಭಟನೆಯೊಂದಿಗೆ ಮುನ್ನೆಲೆಗೆ ಬಂದರು. ಪ್ರತಿಭಟನೆಗಾರರು ಶುಕ್ರವಾರ ಮಧ್ಯಾಹ್ನ ಕಾಸರಗೋಡು ಸರ್ಕಾರಿ ಹೈಯರ್ ಸೆಕೆಂಡರಿ ಶಾಲೆಯ ಬಳಿ ಖಾಸಗಿ ಕಟ್ಟಡದ 3ನೇ ಮಹಡಿಯಲ್ಲಿರುವ ಜಿಲ್ಲಾ ಪಿಎಸ್ಸಿ ಕಚೇರಿಯನ್ನು ಆಗಮಿಸಿದರು. ಯಾವುದೇ ನೇಮಕಾತಿಗಳನ್ನು ನಡೆಸಿದ ಕಚೇರಿಯು ತೆರೆಯಬಾರದು, ಬೀಗ ಹಾಕಬೇಕೆಂದು ಸ್ಪಷ್ಟಪಡಿಸಿದ ಕೆಎಸ್ಯು ಕಾರ್ಯಕರ್ತರು ಪ್ರತಿಭಟನೆಯ ಭಾಗವಾಗಿ ಕಚೇರಿಗೆ ಬೀಗ ಹಾಕಲು ಸಿದ್ಧರಾದರು. ಆದರೆ ನಗರ ಪೊಲೀಸರು ಕಟ್ಟಡವನ್ನು ಪ್ರವೇಶಿಸಲು ಯತ್ನಿಸಿದ ಕಾರ್ಯಕರ್ತರನ್ನು ಬಂಧಿಸಿ ಪ್ರತಿಭಟನೆಯನ್ನು ನಿಯಂತ್ರಿಸಿದರು. നേതാക്കൾ ഇവിടെ എത്തിയത് ആ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലുള്ള സ്വകാര്യ കെട്ടിടത്തിലാണ് ഇപ്പോൾ PSC ഓഫീസ് പ്രവർത്തിക്കുന്നത്. അതിന്റെ 3ാമത്തെ നിലയിലാണ് PSC ഓഫീസ് ഇങ്ങനെ ഒരു പണി കൊടുക്കാൻ പറ്റുന്ന പിന്നെ എന്തിനാണ് നാടകം പോലെ PSC പരീക്ഷ നടത്തുന്നത്? 1, 2, 10 റാങ്ക് തരാൻ ആൾക്ക് വീട്ടിൽ നിന്ന് ഇത് നോക്കിയതൊക്കെ എത്ര കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ്, എത്ര പേര് ആത്മഹത്യ ചെയ്തു, എന്നിട്ടും ഇതേപോലത്തെ സ്ഥിതിയിൽ കേസു ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. 1ാം റാങ്ക് കിട്ടിയ ആളുകൾക്ക് ഇവിടെ ജോലിയില്ല. 1ാം റാങ്ക് കിട്ടിയ ഈ പോലീസുകാർ ഇവിടെ നമ്മളെ സമരം തടയുന്നുണ്ടല്ലോ, ഇവരൊക്കെ വീട് സേഫായി. പക്ഷേ പഠിച്ചിട്ട് 1ാം റാങ്ക് നേടിയ ആളുകൾക്ക് ഇതുവരെ ജോലി 2-3 വർഷമായിട്ട് ജോലി നൽകാൻ ഇവിടുത്തെ സർക്കാരിന് പറ്റിയിട്ടില്ല. അതിനെതിരെയാണ് ഇവിടെ സമരം ചെയ്യുന്നത്. നിങ്ങൾ ആർക്കാ കാവലിക്കുന്നത്? അയ്യപ്പന്റെ സ്വർണം പോലും മോഷ്ടിക്കുന്ന പിണറായി വിജയനാണ് നിങ്ങൾ കാവൽ നിൽക്കുന്നത്. ഇതിനെ പോലും പിണറായി വിജയന്റെ വാലാക്കി പട്ടികളെ നാണമില്ല നിങ്ങൾക്ക്. സ്വർണ്ണം കക്കാനും കീശം വേറെ വീർപ്പിക്കാൻ ആൾക്കാരുണ്ട്. ഈ പഠിച്ച് പണിയെടുത്ത വിദ്യാർത്ഥികൾക്ക് ജോലി എടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. ഒരു 3 മാസം കൂടെ ആയിട്ടുള്ളൂ. ಕೆಎಸ್ಯು ಜಿಲ್ಲಾಧ್ಯಕ್ಷ ಜವಾದ್ ಪುತ್ತೂರು ನೇತೃತ್ವದಲ್ಲಿ ಸುಮಾರು 10 ಕಾರ್ಯಕರ್ತರು ಪ್ರತಿಭಟನೆ ನಡೆಸಿದರು. ನ್ಯೂಸ್ ಬ್ಯೂರೋ, ಕಾಸರಗೋಡು. ಅಡ್ವೊಕೇಟ್ PVK ನಂಬೂದಿರಿ ಫೌಂಡೇಶನ್ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯ ಕನಿವು ಚಾರಿಟೇಬಲ್ ಸೊಸೈಟಿಗೆ ಮಾರುತಿ ಇಕೋ ಹೋಮ್ ಕೇರ್ ವಾಹನವನ್ನು ಹಸ್ತಾಂತರಿಸಲಾಯಿತು. ಕಾಸರಗೋಡು ನಗರಸಭೆಯ ಹಾಲ್ನಲ್ಲಿ ಕಾರ್ಯಕ್ರಮವನ್ನು ಆಯೋಜಿಸಲಾಗಿತ್ತು. ಶಾಸಕ CH ಕುഞ്ഞಂಬು ವಾಹನಕ್ಕೆ ಫ್ಲಾಗ್ ಆಫ್ ತೋರಿಸಿದರು.
PVK ನಂಬೋದರಿ ಫೌಂಡೇಶನ್ ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ಕನೀವ್ ಪಾಲಿಯೇಟಿವ್ ಸೊಸೈಟಿಗೆ ಹೋಮ್ ಕೇರ್ ವಾಹನವನ್ನು ಹಸ್ತಾಂತರಿಸಲಾಯಿತು. ಹೋಮ್ ಕೇರ್ಗಾಗಿ ಮಾರುತಿ ಇಕೋ ವಾಹನವನ್ನು ಹಸ್ತಾಂತರಿಸಲಾಗಿರುವುದು. ಉದ್ಘಾಟನೆಗೂ ಮುನ್ನ ಕಾಸರಗೋಡಿನ ಹೊಸ ಬಸ್ ನಿಲ್ದಾಣದ ಆವರಣದಲ್ಲಿ ವಾಹನದ ಫ್ಲಾಗ್ ಆಫ್ ನಡೆಯಿತು. ಉದುಮ ಶಾಸಕ CH കുഞ്ഞാമ്പു വാഹനದ ഫ്ലാഗ് ഓഫ് ನೆರವೇರಿಸಿದರು. സഹജീവികളോടുള്ള കരുണയും കരുതലും കാവലുമായി കനിവ് പാലിയേറ്റീവ് ചാരിറ്റബിൾ സൊസൈറ്റി ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ പുതിയ അധ്യായം രചിക്കുകയാണ്. കാസർഗോഡ് ജില്ലാ കനിവ് പാലിയേറ്റീവ് സൊസൈറ്റിക്ക് അഡ്വക്കേറ്റ് PVK നമ്പൂതിരി ഫൗണ്ടേഷൻ നൽകുന്ന ഹോം കെയർ വാഹനം ശ്രീ സാബു ഇബ്രഹാം, കാസർഗോഡ് നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി ഷാഹിദ സലീം എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ಬಳಿಕ ಕಾಸರಗೋಡು ನಗರಸಭೆ ಹಾಲ್ನಲ್ಲಿ ಆಯೋಜಿಸಲಾದ ವಾಹನ ಹಸ್ತಾಂತರ ಕಾರ್ಯಕ್ರಮವನ್ನು ത്രികരിപ്പുര ಶಾಸಕ M രാജഗോപാലൻ ഉദ്ഘാಟಿಸಿದರು. 3-4 മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഫൗണ്ടേഷൻ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. കാസർഗോഡിൻ്റെ ഒരു വ്യത്യസ്തമായ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സങ്കീർണതകളുള്ള ഒരു പ്രദേശമാണ്, നഗരപ്രദേശമാണെന്ന് നമുക്കറിയാം, അത് നമ്മൾ ഓർക്കണം. എന്നാൽ അതിനെയെല്ലാം മറികടക്കാനും അതിനെല്ലാം നിന്ന് വിട്ടുമാറി ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ സഹായകരമായ രീതിയിൽ സമൂഹവുമായി ബന്ധപ്പെടുന്ന എല്ലാ തലങ്ങളിലും ഒരു സാന്നിധ്യം ഉറപ്പുവരുത്താനുള്ള പ്രവർത്തനമാണ് ഈ PVK ഫൗണ്ടേഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിയമം, വിജ്ഞാനം, അതുപോലെ സാംസ്കാരിക ഇടപെടലുകൾ, അതുപോലെ തന്നെ ലൈഫ് അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള മേഖല, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിലെ ഇടപെടലുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു സംഘടനാ പ്രസ്ഥാനം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഈ ജീവകാരുണ്യപരമായ പ്രവർത്തനം അല്ലെങ്കിൽ ഇത്തരം സാമൂഹ്യ പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്ന ഇത്തരം ശ്രമങ്ങളെല്ലാം ആ ഫൗണ്ടേഷന്റെ പ്രവർത്തന ലക്ഷ്യങ്ങളുടെ ഭാഗം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ഫൗണ്ടേഷനും കനിവും തമ്മിലുള്ള ദൂരം കുറച്ചുകൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കഴിയുന്നത്. ಭವ್ಯ ಸಮಾರಂಭದಲ್ಲಿ ಅಡ್ವೊಕೇಟ್ PVK ನಂಬೋದರಿ ಫೌಂಡೇಶನ್ ವ್ಯವಸ್ಥಾಪಕ ಟ್ರಸ್ಟಿ PV ರವೀಂದ್ರನ್ ವಾಹನವನ್ನು ಹಸ್ತಾಂತರಿಸಿದರು. ಕನೀವ್ ಪಾಲಿಯೇಟಿವ್ ಸೊಸೈಟಿ ಜಿಲ್ಲಾ ಅಧ್ಯಕ್ಷ KV ಕುഞ്ഞിರಾಮನ್ ಅಧ್ಯಕ್ಷತೆ ವಹಿಸಿದರು. US ಬಾಲನ್, MA ಅಬ್ದುಲ್ ಖದರ್, P ದಾಮೋದರನ್, ಅಡ್ವೊಕೇಟ್ PV ಜಯರಾಜನ್ ಮುಂತಾದವರು ಮಾತನಾಡಿದರು. ಅಡ್ವೊಕೇಟ್ PV ಜಯರಾಜನ್ ಅವರು ಪ್ಯಾಲಿಟಿವ್ ನರ್ಸ್ಗಳಿಗೆ ಸಮವಸ್ತ್ರ ಹಸ್ತಾಂತರಿಸಿದರು. ಸ್ವಯಂ ಸೇವಕರಿಗೆ ಕಮಲ್ ಸುರೇಶ್ ಪ್ರೇರಣೆ ತರಗತಿ ನಡೆಸಿಕೊಟ್ಟರು. ಸೊಸೈಟಿಯ ಜಿಲ್ಲಾ ಕಾರ್ಯದರ್ಶಿ PV ಸುಕುಮಾರನ್ ಸ್ವಾಗತಿಸಿ ವಲಯ ಕಾರ್ಯದರ್ಶಿ ಸಂಯೋಜಕ PV ಕುഞ്ഞാമ്പു ಧನ್ಯವಾದವಿತ್ತರು. ನ್ಯೂಸ್ ಬ್ಯೂರೋ, ಕಾಸರಗೋಡು. ಶಿರಿಯಾದಲ್ಲಿ ಮನೆ ಬೆಂಕಿ ಅವಘಡಕ್ಕೆ ಸಂಬಂಧಿಸಿದಂತೆ ಅಧಿಕಾರಿಗಳು ರಕ್ಷಣಾ ಕಾರ್ಯಾಚರಣೆಯಲ್ಲಿ ಮಾಡಿರುವ ಲೋಪಗಳ ಬಗ್ಗೆ ತನಿಖೆ ನಡೆಸಬೇಕೆಂದು ಶಿರಿಯಾ ಗ್ರಾಮ ವಿಕಾಸ ಸಮಿತಿ ಒತ್ತಾಯಿಸಿದೆ. ಜನವರಿ 9ರಂದು ಶಿರಿಯಾ ಬತೇರಿ ರಸ್ತೆಯಲ್ಲಿರುವ ಮೊಯ್ದೀನ್ ಕುಟ್ಟಿ ಸೀಮಾನ್ ಅವರ ಒಡೆತನದ ಮನೆಗೆ ಬೆಂಕಿ ಹೊತ್ತಿಕೊಂಡಿತು. ಶಿರಿಯಾದಲ್ಲಿ ಮನೆಗೆ ಬೆಂಕಿ ಹೊತ್ತಿಕೊಂಡ ಅವಘಡಕ್ಕೆ ಸಂಬಂಧಿಸಿದಂತೆ ಅಧಿಕಾರಿಗಳ ರಕ್ಷಣಾ ಕಾರ್ಯದಲ್ಲಿನ ಲೋಪದೋಷದ ಬಗ್ಗೆ ತನಿಖೆ ನಡೆಸಬೇಕೆಂದು ಶಿರಿಯಾ ಗ್ರಾಮ ವಿಕಾಸನ ಸಮಿತಿ ಒತ್ತಾಯಿಸಿದೆ. ಜನವರಿ 9ರಂದು ಶಿರಿಯಾ ಬತ್ತೇರಿ ರಸ್ತೆಯಲ್ಲಿರುವ ಮೊಯ್ದೀನ್ ಕುಟ್ಟಿ ಸೀಮಾನ್ ಒಡೆತನದ ಮನೆಗೆ ಬೆಂಕಿ ಹೊತ್ತಿಕೊಂಡಿತ್ತು. ಆಯಿಷಾ ಎಂಬ ಮಹಿಳೆ ಹಾಗೂ ಮಗು ವಾಸಿಸುತ್ತಿದ್ದ ಮನೆಯಲ್ಲಿ ಬೆಂಕಿ ಕಾಣಿಸಿಕೊಂಡಿತ್ತು. ಹಲವು ಗಂಟೆಗಳ ಬಳಿಕ ಅಗ್ನಿಶಾಮಕ ದಳ ಸ್ಥಳಕ್ಕೆ ಆಗಮಿಸಿತ್ತು. ರೈಲ್ವೆ ಗೇಟ್ ಮುಚ್ಚಿದ್ದರಿಂದ ಅಗ್ನಿಶಾಮಕ ದಳ ಸ್ಥಳಕ್ಕೆ ತಲುಪಲು ವಿಳಂಬವಾಯಿತೆಂದು ಅಲ್ಪ ಸಮಯದ ಬಳಿಕ ಸ್ಥಳೀಯರಿಗೆ ಮಾಹಿತಿ ಲಭಿಸಿತು. ಸಮೀಪದ ಕುಂಬಳೆ ಪೊಲೀಸ್ ಠಾಣೆಯ ಅಧಿಕಾರಿಗಳು ಸಹ ಸ್ಥಳಕ್ಕೆ ಭೇಟಿ ನೀಡಲಿಲ್ಲ. ಶಿರಿಯಾ ಗ್ರಾಮ ವಿಕಾಸನ ಸಮಿತಿಯು ಸುದ್ದಿಗೋಷ್ಠಿಯಲ್ಲಿ ಈ ಘಟನೆಗಳ ಬಗ್ಗೆ ಸತ್ಯಾಸತ್ಯತೆಯ ಬಗ್ಗೆ ತನಿಖೆ ನಡೆಸಬೇಕೆಂದು ಒತ್ತಾಯಿಸಿತು. ಈ ಬೇಡಿಕೆಯನ್ನು ಮುಂದಿಟ್ಟುಕೊಂಡು ಮುಖ್ಯಮಂತ್ರಿ, ಕಾಸರಗೋಡು ಸಂಸದ ಮಂಜೀಶ್ವರ, ಕಾಸರಗೋಡು ಹಾಗೂ ಉದುಮ ಮಂಡಲ ಶಾಸಕರಿಗೂ ಜಿಲ್ಲಾಧಿಕಾರಿಗಳಿಗೂ ಮನವಿ ಸಲ್ಲಿಸಲಾಗಿತ್ತು. ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿಯನ್ನು 6 ಪಥದ ಹೆದ್ದಾರಿಯಾಗಿ ವಿಸ್ತರಿಸುವುದರೊಂದಿಗೆ ಶಿರಿಯಾ ಗ್ರಾಮವನ್ನು 2ಆಗಿ ವಿಂಗಡಿಸಲಾಗಿದೆ. ಅದರಲ್ಲಿ ಶಿರಿಯಾ ಪೂರ್ವ ಭಾಗದಲ್ಲಿ ವಾಸಿಸುವವರು ಕರಾವಳಿ ಪ್ರದೇಶವನ್ನು ತಲುಪಲು ದೊಡ್ಡ ಸವಾಲನ್ನು ಎದುರಿಸುತ್ತಿದ್ದಾರೆ.
ತಕ್ಷಣ ಈ ಸಮಸ್ಯೆಗಳಿಗೆ ಪರಿಹಾರ ಲಭಿಸುವಂತೆ ಗ್ರಾಮ ವಿಕಾಸನ ಸಮಿತಿ ಪದಾಧಿಕಾರಿಗಳು ಸುದ್ದಿಗೋಷ್ಠಿಯಲ್ಲಿ ಒತ್ತಾಯಿಸಿದರು. കൊല്ലങ്ങളോളമായി സുറിയായിൽ ഒരു മേൽപ്പാലം നിർമ്മിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ നിവേദനങ്ങളും മന്ത്രിമാർക്ക് നിവേദനം കൊടുക്കലും MP-യും MLA-യും ആയി ബന്ധപ്പെടലും എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. സിറിയ എന്ന് പറയുന്ന നാട് സേഫ്റ്റി അല്ല. പല കാരണം കൊണ്ടും ജനങ്ങൾക്ക് അപ്പുറത്ത് പോകാൻ പറ്റുന്നില്ല. സുനാമി എപ്പോഴും വരാനുള്ള സാധ്യതയുണ്ട്. തീ പിടിച്ചെങ്കിൽ ഫയർഫോഴ്സ് പോകാൻ പറ്റുന്നില്ല. എമർജൻസി ആംബുലൻസ് പോകാൻ പറ്റുന്നില്ല. അതിനുള്ള ഒരു നടപടി സ്വീകരിച്ച് മേൽപ്പാലം അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് 1.5 കൊല്ലത്തോളമായി നമ്മൾ നിവേദനങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെ വേണ്ടതുപോലെ ആരും ഗൗനിച്ചില്ല. ಸುದ್ದಿಗೋಷ್ಠಿಯಲ್ಲಿ ಅಬ್ಬಾಸ್ ಓನಂತ, ಮಸೂದ್ ಶಿರಿಯಾ, ಮೊಹಮ್ಮದ್ ಮೆರ್ಕಳ ಮುಂತಾದವರು ಉಪಸ್ಥಿತರಿದ್ದರು. ನ್ಯೂಸ್ ಬ್ಯೂರೋ, ಕಾಸರಗೋಡು. ಕೇಂದ್ರ ಸರ್ಕಾರವು ಸಂವಿಧಾನವು ಖಾತರಿಪಡಿಸಿದ ನಾಗರಿಕ ಹಕ್ಕುಗಳನ್ನು ರದ್ದುಗೊಳಿಸುತ್ತಿದೆ ಎಂದು ಆರೋಪಿಸಿ ಸೋಷಿಯಲ್ ಡೆಮೊಕ್ರಾಟಿಕ್ ಪಾರ್ಟಿ ಆಫ್ ಇಂಡಿಯಾ ತ್ರಿಕ್ಕರಿಪುರ ಮಂಡಲ ಸಮಿತಿಯ ನೇತೃತ್ವದಲ್ಲಿ ನಾಗರಿಕ ಹಕ್ಕುಗಳ ಮೆರವಣಿಗೆಯನ್ನು ಆಯೋಜಿಸಿತು. 15 ಕೇಂದ್ರಗಳ ಮೂಲಕ ಸಾಗಿದ ಮೆರವಣಿಗೆ ಸಂಜೆ ತ್ರಿಕ್ಕರಿಪುರ ನಗರದಲ್ಲಿ ಸಮಾಪ್ತಿಯಾಯಿತು. ಕೇಂದ್ರ ಚುನಾವಣಾ ಆಯೋಗ ಜಾರಿಗೆ ತಂದ SIR ಮತದಾರರ ಪಟ್ಟಿ ಸುಧಾರಣೆಯು ಸಾವಿರಾರು ನಾಗರಿಕರ ಮತದಾನದ ಹಕ್ಕನ್ನು ಕಸಿದುಕೊಂಡಿದೆ ಎಂದು ಆರೋಪಿಸಿ ಸಂಘಟನೆಯು ನಾಗರಿಕ ಹಕ್ಕುಗಳ ಮೆರವಣಿಗೆಯನ್ನು ಆಯೋಜಿಸಿತ್ತು. ನೀಲೇಶ್ವರಂ ತೈಕಡಪುರಂ ಬೋಟ್ ಜೆಟ್ಟಿ ಪ್ರದೇಶದಿಂದ ಪ್ರಾರಂಭವಾದ ಮೆರವಣಿಗೆಯು ಕ್ಷೇತ್ರದ 15 ಕೇಂದ್ರಗಳ ಮೂಲಕ ಸಂಚರಿಸಿ ತ್ರಿಕ್ಕರಿಪುರ ನಗರದಲ್ಲಿ ಮುಕ್ತಾಯಗೊಂಡಿತು. ಸಮಾರೋಪ ಸಾರ್ವಜನಿಕ ಸಭೆಯನ್ನು SDPI ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ಕೋಶಾಧಿಕಾರಿ TI ಹಶೀಫ್ ಮೆರವಣಿಗೆಯನ್ನು ಉದ್ಘಾಟಿಸಿದರು. നാളെ ലീവാണ്, ഞങ്ങൾ വരൂല. ഞാൻ ചോദിച്ചു എന്താ കാരണം? നാളെ പണിമുടക്കാണ്. എന്താണ് നിങ്ങളുടെ ഈ പണിമുടക്കിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ സാധാരണ വർഷത്തിൽ ഒരു ലീവ് ഞങ്ങൾക്ക് ഇങ്ങനെ പണിമുടക്കി ഈ ഓണം, റംസാൻ, അതുപോലെ പെരുന്നാളിനും ക്രിസ്മസിനൊക്കെ ഉള്ളതുപോലെ ഒരു ലീവ് അതുപോലെയാണ് പാവങ്ങൾ കണക്കൂട്ടിയിട്ടുള്ളത്. അതായത് ഈ സമരം എന്തിനാണെന്നോ ഈ പ്രതിഷേധം എന്തിനാണെന്നോ അല്ലെങ്കിൽ ഈ പണിമുടക്ക് എന്തിനാണെന്നോ അവർക്കറിയില്ല പാവങ്ങൾക്ക്. എന്ന് മാത്രമല്ല, ഇന്ന് രാജ്യത്ത് അംബാനിയുടെയും അദാനിയുടെയും ഒക്കെ മാനേജറായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ ഒരു പ്രതിഷേധവും ആരും ഇവിടെ കാണിക്കുന്നതായി നമ്മൾ കാണാറില്ല. ಜಾಥಾ ಕ್ಯಾಪ್ಟನ್ MTP ರಫೀಕ್ ಸಭೆಯ ಅಧ್ಯಕ್ಷತೆ ವಹಿಸಿದ್ದರು. KA ಅಷ್ಕರ್ ಕಲಮಶೇರಿ ಮುಖ್ಯ ಭಾಷಣ ಮಾಡಿದರು. ಜಿಲ್ಲಾ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಶರೀಫ್ ಪಡನ್ನ, ಕಾರ್ಯದರ್ಶಿ ರೈಹಾನಾ ಅಬ್ದುಲ್ಲಾ, ಮೊಹಮ್ಮದ್ ಕುഞ്ഞി ಮಾವಿಲಾಡಂ, VP ಅಸ್ಲಂ ಮುಂತಾದವರು ಮಾತನಾಡಿದರು. ನೀಲೇಶ್ವರಂ ತೈಕಡಪುರ SDPI ಕಾಸರಗೋಡು ನಾಗರಿಕ ಹಕ್ಕುಗಳ ಮೆರವಣಿಗೆ ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ಉಪಾಧ್ಯಕ್ಷ P ಲಿಯಾಖತ್ ಅಲಿ ಧ್ವಜಾರೋಹಣ ನೆರವೇರಿಸಿದರು. ನ್ಯೂಸ್ ಬ್ಯೂರೋ ಚಿರುವತ್ತೂರ್. ಶ್ರೀ ಬ್ರಹ್ಮಬೈದರ್ಕಳ ಗರಡಿ ಹೊಸಮನೆ ಅಡ್ಕತಬೇಲ್ ಕಾಸರಗೋಡು ಇದರ ಪುನರ್ಪ್ರತಿಷ್ಠಾ ವಾರ್ಷಿಕ ದಿನಾಚರಣೆ ಹಾಗೂ ಬ್ರಹ್ಮಬಲಿ ಬೈದರ್ಕಳ ನೇಮೋತ್ಸವ ಮಾರ್ಚ್ 31ರಿಂದ ಏಪ್ರಿಲ್ 2ರ ತನಕ ವಿವಿಧ ಧಾರ್ಮಿಕ ಕಾರ್ಯಕ್ರಮಗಳೊಂದಿಗೆ ನಡೆಯಲಿದೆ. ಇದರ ಭಾಗವಾಗಿ ನೇಮೋತ್ಸವದ ಆಮಂತ್ರಣ ಪತ್ರಿಕೆಯ ಬಿಡುಗಡೆ ಹಾಗೂ ಉತ್ಸವ ಸಮಿತಿಯನ್ನು ರಚಿಸಲಾಯಿತು. ಶ್ರೀ ಬ್ರಹ್ಮಬೈದರ್ಕಳ ಗರಡಿ ಹೊಸಮನೆ ಅಡ್ಕತ್ ಬೇಲ್ ಕಾಸರಗೋಡು ಇದರ ಪುನರ್ಪ್ರತಿಷ್ಠಾ ವಾರ್ಷಿಕ ದಿನಾಚರಣೆ ಹಾಗೂ ಬ್ರಹ್ಮಬಲಿ ಬೈದರ್ಕಳ ನೇಮೋತ್ಸವ ಮಾರ್ಚ್ 31ರಿಂದ ಏಪ್ರಿಲ್ 2 ವಿವಿಧ ಧಾರ್ಮಿಕ ಕಾರ್ಯಕ್ರಮಗಳೊಂದಿಗೆ ನಡೆಯಲಿದೆ. ಇದರ ಭಾಗವಾಗಿ ನೇಮೋತ್ಸವದ ಆಮಂತ್ರಣ ಪತ್ರಿಕೆಯನ್ನು ಬಿಡುಗಡೆ ಹಾಗೂ ಉತ್ಸವ ಸಮಿತಿಯನ್ನು ರಚಿಸಲಾಯಿತು. ನಗರಸಭೆ 4ನೇ ವಾರ್ಡ್ ಸದಸ್ಯ ಗುರುಪ್ರಸಾದ್, 5ನೇ ವಾರ್ಡ್ ಸದಸ್ಯ ಹರೀಶ್ KR ಅವರಿಗೆ ಆಮಂತ್ರಣ ಪತ್ರಿಕೆ ನೀಡುವ ಮೂಲಕ ಉದ್ಘಾಟಿಸಿದರು.
ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಮೊದಲು ಉತ್ಸವ ಸಮಿತಿ ರೂಪೀಕರಿಸಲಾಯಿತು. ರಕ್ಷಾಧಿಕಾರಿಯಾಗಿ ವಿಷ್ಣು ಪ್ರಕಾಶ್ ತಂತ್ರಿ, ಗೌರವಾಧ್ಯಕ್ಷರಾಗಿ ಭಾಸ್ಕರ ಸುವರ್ಣ ಗರಡಿಮನೆ, ನೂತನ ಅಧ್ಯಕ್ಷರಾಗಿ ಎ ಪ್ರೇಮ್ಜಿತ್, ಉಪಾಧ್ಯಕ್ಷರಾಗಿ ಮೋಹನ್ ದಾಸ್ ಹಾಗೂ ಚಂದ್ರಕಲಾ, ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಹರಿಕಾಂತ್ ಕೆ, ಜತ ಕಾರ್ಯದರ್ಶಿಯಾಗಿ ಕಾರ್ತಿಕ್, ಕೋಶಾಧಿಕಾರಿಯಾಗಿ ದಯಾನಂದ ಪೂಜಾರಿ ಎಂಬವರನ್ನು ಆಯ್ಕೆ ಮಾಡಲಾಯಿತು. ಸ್ವಾಗತ ಸಮಿತಿಯಲ್ಲಿ ರಘು ಮೀಪುಗುರಿ, ಗುರುಪ್ರಸಾದ್ ಪ್ರಭು, ಕಮಲಾಕ್ಷ ಸುವರ್ಣ, ಶಿವ ಕೆ, ಪ್ರಚಾರ ಸಮಿತಿಯಲ್ಲಿ ಪುರುಷೋತ್ತಮ್ ನಾಯ್ಕ್, ದೀಕ್ಷಿತ್, ಕಾರ್ತಿಕ್ ಮುಂತಾದವರನ್ನು ಆಯ್ಕೆ ಮಾಡಲಾಯಿತು. ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಕಾಲೇನ್ಕಾಡ್ ಶ್ರೀ ಮೂಕಾಂಬಿಕಾ ಕ್ಷೇತ್ರದ ಆಡಳಿತ ಮುಕ್ತೇಸರ ಅಚ್ಯುತ ಪೂಜಾರಿ, ಹೊಸದಾಗಿ ಚುನಾಯಿತರಾದ ನಗರಸಭಾ ಸದಸ್ಯ ಗುರುಪ್ರಸಾದ್ ಪ್ರಭು, ಹರೀಶ್ ಕೆ ಆರ್ ಇವರನ್ನು ಶಾಲು ಹೊದಿಸಿ ಅಭಿನಂದಿಸಲಾಯಿತು. ಮಹೇಶ್ ಎ, ನವೀನ್ ಪೂಜಾರಿ, ಉಮೇಶ್, ವೇಣುಗೋಪಾಲ, ಹರಿಪ್ರಸಾದ್, ಕೆವಿ ಸತ್ಯನಾರಾಯಣ ರಾವ್, ಪ್ರವೀಣ್ ಕುಮಾರ್ ಮುಂತಾದವರು ಉಪಸ್ಥಿತರಿದ್ದರು. ನ್ಯೂಸ್ ಬ್ಯೂರೋ, ಕಾಸರಗೋಡು. ಕಾಞಂಗಾಡ್ ನಗರಸಭೆಯ ಪ್ಯಾಲಿಯೇಟಿವ್ ಸ್ವಯಂ ಸೇವಕರಿಗೆ ತ್ರಿದಿನ ತರಬೇತಿ ಕಾರ್ಯಕ್ರಮ ಚಾಲನೆಗೊಂಡಿತು. ಸಾರ್ವತ್ರಿಕ ಆರೈಕೆ ನೆರೆಹೊರೆಯ ಗುಂಪುಗಳ ಮೂಲಕ ಸಂದೇಶದೊಂದಿಗೆ ಕಾರ್ಯಕ್ರಮವನ್ನು ನಡೆಸಲಾಗುತ್ತಿದೆ. 2025-26 ವಾರ್ಷಿಕ ಯೋಜನೆಯಡಿಯಲ್ಲಿ ಕಾಞಂಗಾಡ್ ನಗರಸಭೆ ಹಾಗೂ ಕಾಞಂಗಾಡ್ ಜಿಲ್ಲಾ ಆಸ್ಪತ್ರೆ ಜೊತೆಯಾಗಿ ಆಯೋಜಿಸಿರುವ ಪ್ಯಾಲಿಯೇಟಿವ್ ಸ್ವಯಂ ಸೇವಕರಿಗೆ 3 ದಿನಗಳ ಸ್ವಯಂ ಸೇವಕ ತರಬೇತಿ ಕಾರ್ಯಕ್ರಮ ಚಾಲನೆಗೊಂಡಿತು. ಸಾರ್ವತ್ರಿಕ ಆರೈಕೆ ನೆರೆಹೊರೆಯ ಗುಂಪುಗಳ ಮೂಲಕ ಎಂಬ ಸಂದೇಶದೊಂದಿಗೆ ಈ ತರಬೇತಿ ಕಾರ್ಯಕ್ರಮವನ್ನು ನಡೆಸಲಾಗುತ್ತಿದೆ. 3 ದಿನಗಳ ಸ್ವಯಂ ಸೇವಕ ತರಬೇತಿ ಶಿಬಿರದಲ್ಲಿ ಸೇವಾ ನೋಂದಣಿ, ಗೃಹ ಆರೈಕೆ, ರೋಗಿಯ ಸಂಬಂಧಿಕರ ಸಭೆಯಂತಹ ಅನೇಕ ಸೇವಾ ಆರೈಕೆ ತರಬೇತಿಗಳನ್ನು ನೀಡಲಾಗುತ್ತಿದೆ. ನಗರಸಭೆಯ ಎಲ್ಲ 43 ವಾರ್ಡ್ಗಳಿಂದ ಆಯ್ಕೆ ಮಾಡಲಾದ ಸದಸ್ಯರು ತರಬೇತಿಯಲ್ಲಿ ಭಾಗವಹಿಸಿದರು. ಕಾರ್ಯಕ್ರಮವನ್ನು ನಗರಸಭೆಯ ಅಧ್ಯಕ್ಷ ವಿ ರಮೇಶನ್ ಉದ್ಘಾಟಿಸಿದರು. ഇത് നമ്മുടെ മനസ്സ് അതിൽ ഭാഗമാണ്. മനസ്സ് ശരീരം ഭാഗപ്പെട്ടു. ഞാൻ പരീക്ഷ ബോധനാണ്. പക്ഷേ ഒരു രോഗി അവിടെ ആകെ മുഷിഞ്ഞിരിക്കുകയാണ്, ആകെ കിടപ്പിൽ തന്നെയാണ്, എല്ലാം കാര്യം നിർവഹിക്കുന്നത്, മലമൂത്ര വിസർജനം എല്ലാം കിടപ്പിൽ തന്നെയാണ്. ഞാൻ പരീക്ഷ ബോധനാണ്. ഞാൻ എന്ത് പരീക്ഷ ബോധന? ആ രോഗിയെ കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി ആ കിടത്തി നല്ല സന്തോഷത്തോടുകൂടി അരമണിക്കൂർ ഇരുന്ന് വർത്താനം പറഞ്ഞ് പോകാൻ സമയമുള്ള ആളാണോ? അവർക്കേ പരീക്ഷ കൊടുക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ അത് കാണും പറപ്പും ഇത് കാണും പറപ്പും, എനിക്കിപ്പോ പോകാൻ സമയമില്ല, അങ്ങനത്തെ ഇതാവാൻ പറ്റില്ല. ഇന്ന് ക്ലാസ് പാലിയേറ്റീവ് ആദ്യ അവസാനം പങ്കെടുക്കുമോ? കുറേ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ക്ലാസ് കേട്ടപ്പോ എനിക്ക് കുറെ കാര്യം അറിഞ്ഞു. അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസ്. അറിയാത്തത് പഠിക്കാനാണ്. അതാണ്. ಆರೋಗ್ಯ ಸ್ಥಾಯಿ ಸಮಿತಿ ಅಧ್ಯಕ್ಷ ಮುಹಮ್ಮದ್ ಮುರಿಯನವಿ ತರಬೇತಿಯ ಅಧ್ಯಕ್ಷತೆ ವಹಿಸಿದ್ದರು. ಜಿಲ್ಲಾ ಆಸ್ಪತ್ರೆ ಸೂಪರಿಂಟೆಂಡೆಂಟ್ ಎಂವಿ ಜೀಜಾ ಮತ್ತು ಉಪಶಾಮಕ ಜಿಲ್ಲಾ ಸಂಯೋಜಕ ಶಿಜಿ ಶೇಖರ್ ವಿವಿಧ ವಿಷಯಗಳ ಕುರಿತು ತರಗತಿಗಳನ್ನು ನಡೆಸಿದರು. ಸುನಿಲ್ ಕುಮಾರ್ ಸ್ವಾಗತಿಸಿದರು. ಕೌನ್ಸಿಲರುಗಳು, ಆಶಾ ಕಾರ್ಯಕರ್ತರು, ಸಾರ್ವಜನಿಕ ಸೇವಕರು, ನಗರಸಭೆ ನೌಕರರು ಸೇರಿದಂತೆ ಅನೇಕರು ಶಿಬಿರದಲ್ಲಿ ಭಾಗವಹಿಸಿದ್ದರು. ನ್ಯೂಸ್ ಬ್ಯೂರೋ, ಕಾಞಂಗಾಡ್. ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ದೇಹ ಸೌಂದರ್ಯ ಸ್ಪರ್ಧೆ ಮಿಸ್ಟರ್ ಆ್ಯಂಡ್ ಮಿಸ್ ಕಾಸರಗೋಡು ಸ್ಪರ್ಧೆ ಫೆಬ್ರವರಿ 16ರಂದು ಕಾಲಿಕಡವಿನಲ್ಲಿ ನಡೆಯಲಿದೆ. ಜಿಲ್ಲೆಯ ವಿವಿಧ ಭಾಗಗಳಿಂದ 300ಕ್ಕೂ ಹೆಚ್ಚು ಕ್ರೀಡಾಪಟುಗಳು ಭಾಗವಹಿಸಲಿದ್ದಾರೆ ಎಂದು ಪದಾಧಿಕಾರಿಗಳು ಸುದ್ದಿಗೋಷ್ಠಿಯಲ್ಲಿ ತಿಳಿಸಿದ್ದರು. ಕ್ರೀಡಾ ಮಂಡಳಿಯ ಅನುಮೋದನೆಯೊಂದಿಗೆ ಫಿಟ್ನೆಸ್ ಅಸೋಸಿಯೇಷನ್ ನೇತೃತ್ವದಲ್ಲಿ ಜಿಲ್ಲಾ ದೇಹ ಸೌಂದರ್ಯ ಸ್ಪರ್ಧೆ ಮಿಸ್ಟರ್ ಆ್ಯಂಡ್ ಮಿಸ್ ಕಾಸರಗೋಡು ಸ್ಪರ್ಧೆಯನ್ನು ಆಯೋಜಿಸಲಾಗುತ್ತಿದೆ. 5 ವರ್ಷದಿಂದ ಹಿಡಿದು 100 ವರ್ಷದವರೆಗಿನ 9 ವಿಭಾಗಗಳಲ್ಲಿ ಸ್ಪರ್ಧೆ ನಡೆಯಲಿದೆ. ಪುರುಷರಿಗೆ ಎಲ್ಲ ವಿಭಾಗಗಳಲ್ಲಿ ಸ್ಪರ್ಧಿಸುವ ಅವಕಾಶವಿದ್ದರೂ ಮಹಿಳೆಯರಿಗೆ 2 ವಿಭಾಗಗಳಲ್ಲಿ ಸ್ಪರ್ಧಿಸುವ ಅವಕಾಶವಿದೆ. ಫೆಬ್ರವರಿ 16ರಂದು ಕಾಲಿಕಡವಿನ ಫ್ರಂಟ್ ಆಡಿಟೋರಿಯಂನಲ್ಲಿ ಕಿಡ್ಸ್, ಸಬ್ ಜೂನಿಯರ್, ಜೂನಿಯರ್, ಸೀನಿಯರ್, ಮಾಸ್ಟರ್ಸ್, ಮಾಡೆಲ್ ಫಿಸಿಕ್, ಮಹಿಳಾ ಬಾಡಿ ಬಿಲ್ಡಿಂಗ್, ಮಹಿಳಾ ಮಾಡೆಲ್ ಫಿಸಿಕ್ ವಿಭಾಗಗಳಲ್ಲಿ ಸ್ಪರ್ಧೆ ನಡೆಯಲಿದೆ. 2026 വർഷത്തെ മിസ്റ്റർ കാസർഗോഡ് ആൻഡ് മിസ് കാസർഗോഡ് മത്സരത്തെക്കുറിച്ച് പറയാനാണ്. നമുക്കറിയാം, എല്ലാ വർഷവും നല്ല ഗംഭീരത്തോടെ നടത്തി വരാറുള്ള ഈ ഒരു മത്സരം ഈ വർഷവും അതിനേക്കാൾ ഉപരി നല്ല ഗംഭീരമായിട്ട് തന്നെ മത്സരം നടത്തുന്നു. 2026 ഫെബ്രുവരി 16 തീയതി തിങ്കളാഴ്ച കാലിക്കടവ് ഫ്രണ്ട്സ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ മത്സരം നടന്നത്.
സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള അവരുടെ അസോസിയേഷൻ ആയതുകൊണ്ട് ഈ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം സ്പോർട്സ് കൗൺസിലിൽ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റും അസോസിയേഷൻ്റെ വകയായിട്ടുള്ള ട്രോഫികളും മറ്റെല്ലാ സമ്മാനങ്ങളും ക്യാഷ് പ്രൈസും ഒക്കെ ഉണ്ട്. ಸುದ್ದಿಗೋಷ್ಠಿಯಲ್ಲಿ ಅಸೋಸಿಯೇಷನ್ ಅಧ್ಯಕ್ಷ ಪಿ ನಾರಾಯಣ್, ಕಾರ್ಯದರ್ಶಿ ಪ್ರದೀಪ್ ಹಿಲ್ಟನ್, ಕೋಶಾಧಿಕಾರಿ ಪಿ.ವಿ. ರಾಜು, ಸಂಘಟನಾ ಸಮಿತಿ ಅಧ್ಯಕ್ಷ ರಾಜೀವನ್, ಸಂಚಾಲಕರಾದ ಜೋನಿ ಜೋಸಫ್, ಬಾಬು ಕುನ್ನತ್ ಮುಂತಾದವರು ಉಪಸ್ಥಿತರಿದ್ದರು. ನ್ಯೂಸ್ ಬ್ಯೂರೋ, ಚಿರುವತ್ತೂರು. ಕೊನೆಯಲ್ಲಿ ಮತ್ತೊಮ್ಮೆ ಮುಖ್ಯಾಂಶಗಳು. ಮಂಜೇಶ್ವರ ಕ್ಷೇತ್ರದ ಎಸ್ಐಆರ್ನಲ್ಲಿ ವ್ಯಾಪಕ ಅಕ್ರಮ ಆರೋಪದ ವಿರುದ್ಧ ಮುನ್ನೆಲೆಗೆ ಬಂದ ಶಾಸಕ ಎಕೆಎಂ ಅಶ್ರಫ್. ನಡೆಯಿತು ಕೆಎಸ್ಯು ನೇತೃತ್ವದಲ್ಲಿ ಪಿಎಸ್ಸಿ ಕಚೇರಿ ಮುಂದೆ ಪ್ರತಿಭಟನೆ. ಸರ್ಕಾರವು ರ್ಯಾಂಕ್ ಹೋಲ್ಡರ್ಗಳ ಮೇಲೆ ತೋರುತ್ತಿರುವ ಅವಗಣನೆಯನ್ನು ವಿರೋಧಿಸಿ. ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯ ಕನೀವ್ ಚಾರಿಟೇಬಲ್ ಸೊಸೈಟಿಗೆ ಮಾರುತಿ ಇಕೋ ಹೋಮ್ ಕೇರ್ ವಾಹನವನ್ನು ಹಸ್ತಾಂತರ. ಅಡ್ವೊಕೇಟ್ ಪಿವಿಕೆ ನಂಬೂದಿರಿ ಫೌಂಡೇಶನ್ ಆಶಯದಲ್ಲಿ. ಶಿರಿಯಾದಲ್ಲಿ ಮನೆ ಬೆಂಕಿ ಅವಘಡಕ್ಕೆ ಸಂಬಂಧಿಸಿದಂತೆ ಅಧಿಕಾರಿಗಳು ರಕ್ಷಣಾ ಕಾರ್ಯಾಚರಣೆಯಲ್ಲಿ ಮಾಡಿರುವ ಲೋಪಗಳ ಬಗ್ಗೆ ತನಿಖೆ ನಡೆಸಬೇಕು. ಶಿರಿಯಾ ಗ್ರಾಮಾಭಿವೃದ್ಧಿ ಸಮಿತಿ ಸುದ್ದಿಗೋಷ್ಠಿಯಲ್ಲಿ ಒತ್ತಾಯ. ನಡೆಯಿತು ನೇತೃತ್ವದಲ್ಲಿ ನಾಗರಿಕ ಹಕ್ಕುಗಳ ಮೆರವಣಿಗೆ. ಸೋಷಿಯಲ್ ಡೆಮೊಕ್ರಾಟಿಕ್ ಪಾರ್ಟಿ ಆಫ್ ಇಂಡಿಯಾ ತ್ರಿಕ್ಕರಿಪುರ ಮಂಡಲ ಸಮಿತಿಯ ನೇತೃತ್ವದಲ್ಲಿ. ಇಂದಿನ ವಾರ್ತಾ ಸಂಚಿಕೆ ಇಲ್ಲಿಗೆ ಮುಕ್ತಾಯವಾಯಿತು. ಮುಂದಿನ ವಾರ್ತಾ ಸಂಚಿಕೆಯೊಂದಿಗೆ ಮತ್ತೆ ಭೇಟಿಯಾಗೋಣ. ವಂದನೆಗಳು.